എല്ലാവർക്കും എൻ്റെ നമസ്കാരം. എൻ്റെ പേര് അനിൽകുമാർ എന്നാണ്. ഗുരുവായൂരപ്പൻ അസോസിയേറ്റ് സ്ഥാപനത്തിൻ്റെ MD ആണ്. ഇതെൻ്റെ മകനാണ്. ഇത് മാനേജർ വിദ്യ. ഇത് അഖിലാണ് പേര്. നമ്മുടെ സ്ഥാപനത്തിൻ്റെ ഓണാഘോഷ പരിപാടിയും അതിനോടനുബന്ധിച്ച് ഓണക്കോടി വിതരണം, സ്റ്റാഫുകൾക്കുള്ള ഗോൾഡ് കോയിൻ വിതരണം, ചികിത്സാ ധനസഹായം 16-ാം തീയതി 11 മണിക്ക് 11:30 ഉള്ള പ്രോഗ്രാമാണ് ഗാന്ധി സ്മൃതി ഹാളിൽ വെച്ച്. അതിൻ്റെ ഉദ്ഘാടനം വരുന്നത് ആശാനാഥാണ്, ഡെപ്യൂട്ടി മേയർ. പിന്നെ ഗോപകുമാർ സാറ്, കൊല്ലം തുളസി, ജിജ മാഡം, മായ വിശ്വനാഥ് മാഡത്തിൻ്റെ അമ്മ മരിച്ചുപോയി. ഇപ്പോൾ ഒരു പ്രോഗ്രാമിൽ വരില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഈ പ്രോഗ്രാം ഇത് ചെയ്യുകയാണ്. അപ്പോൾ എല്ലാ പത്രമാധ്യമ പ്രവർത്തകരും ഇതിൽ സഹകരിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. നമ്മുടെ 23ാമത്തെ വാർഷികവും കൂടെയാണ് സ്ഥാപനത്തിൻ്റെ. തക്കാട് തിരുവനന്തപുരത്താണ് ഹെഡ് ഓഫീസ്, ബ്രാഞ്ച് മെഡിക്കൽ കോളേജ്, വിതുര, വെങ്ങാനൂർ, ഉദയംകുളങ്ങര. ഇത് ഇത്രയാണ് നമുക്കുള്ള സ്ഥാപനം. എല്ലാ വർഷവും വർഷം തോറും നടത്തുന്ന പരിപാടിയാണ്. നിങ്ങൾ എല്ലാവരും ഒന്ന് പത്രമാധ്യമ പ്രവർത്തകരെല്ലാവരും സഹകരിക്കണമെന്നുള്ള അഭ്യർത്ഥന ഒരിക്കൽ കൂടെ നടത്തുകയാണ്. നന്ദി, നമസ്കാരം. ഞങ്ങളുടെ ഓഫീസിലെ സ്റ്റാഫുകളാണോ? ഓഫീസിലെ സ്റ്റാഫുകൾ 20 പേരുണ്ട്. അതിൽ വർക്കേഴ്സായിട്ട് ഏതാണ്ടൊരു 800-1000-ഓളം സ്റ്റാഫുകളുണ്ട്. 5 ഓഫീസിലായിട്ട് ജോലിക്ക് പോകുന്ന തൊഴിലാളികളായിട്ടുള്ള ആൾക്കാർ. ബിസിനസ്, വീട്ടു ജോലി, ഹോം നേഴ്സ്, പ്ലേസ്മെൻറ്റ്, മാട്രിമോണി, റിയൽ എസ്റ്റേറ്റ് ആണ്. ഉണ്ട്. അതാണ് ജീവകാരുണ്യ പ്രവർത്തനം, ക്യാൻസർ പേഷ്യൻ്റ് ധനസഹായം, പിന്നെ നമ്മുടെ ഇന്ന് പോകുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും സുഖമില്ലായി കഴിഞ്ഞാൽ അവർക്കുള്ള ചികിത്സാ ധനസഹായം, പിന്നെ പഠനോപകരണ വിതരണം എല്ലാ വർഷവും ഉണ്ട്. ഈ പ്രാവശ്യവും ഈ പരിപാടിയുടെ കൂടെ തന്നെ ബാലികാ മന്ദിരം, ചെറുവാരക്കുളം ബാലികാ മന്ദിരത്തിലെ 53-57 കുട്ടികളുണ്ട്. അവിടുത്തെ 5 സ്റ്റാഫിനും ഞങ്ങൾ ഓണക്കൊടി കൊടുക്കുകയാണ്. അതിലുപരി ഒരു വൃദ്ധസദനമുണ്ട്. അവർക്കാർക്കും ഇങ്ങോട്ട് വരാൻ പറ്റാത്തതുകൊണ്ട് അവർക്ക് ഓണക്കൊടി കൊടുക്കുന്നുണ്ട്. 25 പേരുണ്ട്. 20 അന്തേവാസികളും 5 സ്റ്റാഫുണ്ട്. പിന്നെ കലാഭവൻ മണിയുടെ എല്ലാ വർഷവും ചെയ്യുന്നതാണ്. കലാഭവൻ മണിയുടെ ആറ്റിങ്ങിലുള്ള വൃദ്ധസദനത്തിൽ അവർക്ക് 3 ദിവസം കഴിക്കേണ്ട രീതിയിലുള്ള എല്ലാവിധ സാധനങ്ങളും, അരി, പച്ചക്കറി അങ്ങനെ വാങ്ങി അതും കൊടുക്കുന്നുണ്ട്.